നമസ്കാരം. പ്രധാന വാർത്തകൾ. മികവാർന്ന കലാപരിപാടികളുമായി വെച്ചൂർ ഫെസ്റ്റ്. വേദിയിൽ നാട്ടിലെ കലാകാരന്മാരെ ആദരിച്ചു. ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ച് വൈക്കം വിജയലക്ഷ്മി. ിലെ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന ആരോപണം. CPIM ചേർത്തലയിൽ നടത്തിയ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥയ്ക്ക് ചേർത്തലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. സിമന്റ് മതിലും ഷീറ്റ് വേലിയും കെട്ടുന്ന കാലത്ത് ഓലമേഞ്ഞ വേലി കെട്ടി പഴമയെ തിരികെ കൊണ്ടുവരികയാണ് ഉദയനാപുരം സ്വദേശി. ഇരുമ്പുഴിക്കരയിൽ നെല്ലിപ്പള്ളി മഠത്തിൽ സദാനന്ദനാണ് ഓലമേഞ്ഞ വേലി തീർത്ത് പഴമ കൈവിടാതെ സൂക്ഷിക്കുന്നത്. പ്രസിദ്ധമായ സ്വയംഭൂ ദുർഗാക്ഷേത്രമായ തലയോലപ്പറമ്പ് ബ്രഹ്മപുരം മാത്താനം ക്ഷേത്രത്തിൽ പൊങ്കാല. വിവിധ ജില്ലകളിൽ നിന്നും നിവേദ്യം അർപ്പിക്കാനെത്തിയത് നിരവധി ഭക്തർ. വിശദമായ വാർത്തയിലേക്ക്. വെച്ചൂർ ഫെസ്റ്റിനോടനുബന്ധിച്ച് നാട്ടിലെ കലാകാരന്മാരെ ആദരിച്ചു. വെച്ചൂർ പെരുമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗായിക വൈക്കം വിജയലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വെച്ചൂർ പശുവിനെ അനുസ്മരിച്ച് പശു പാട്ടുപാടി ശ്രോതാക്കളെ ആവേശത്തിലാക്കിയ വിജയലക്ഷ്മി ARM എന്ന ചിത്രത്തിലെ ഹിറ്റ് ഗാനവും പാടി ഫെസ്റ്റിന് ഉത്സവഛായ പകർന്നു. വൈക്കം വിജയലക്ഷ്മി തിരക്കഥാകൃത്തും വെച്ചൂർ സ്വദേശിയുമായ M. സിന്ധുരാജ്, കലാഭവൻ ചാക്കോച്ചൻ, ചലച്ചിത്ര നടൻ ഹരികൃഷ്ണൻ, ചിത്രകാരൻ ശ്രീനാഥ് സ്തംഭി, അരുൺ ബ്രിട്ടോ, സന്തോഷ് ഷോക്ക്, സുമേഷ് സുധീഷ്, രാകേഷ് പഞ്ചാരി, വെച്ചൂർ കണ്ണൻ, അനിൽകുമാർ, നീള തുടങ്ങിയ കലാപ്രതിഭകളെ ഉപഹാരം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ ആദരിച്ചു. Takochen. Estambi. വെച്ചൂർ പള്ളി വികാരി ഫാദർ പോൾ ആത്തപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S. മനോജ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫ്, പഞ്ചായത്ത് അംഗം സോജി ജോർജ്, PK മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. സിമന്റ് മതിലും ഷീറ്റ് വേലിയും കെട്ടുന്ന കാലത്ത് ഓലമേഞ്ഞ വേലി കെട്ടി പഴമയെ കാത്തു സൂക്ഷിക്കുകയാണ് ഉദയനാപുരം ഇരുമ്പുഴിക്കരയിൽ നെല്ലിപ്പള്ളി മഠത്തിലെ സദാനന്ദൻ. കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞു നിൽക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞു നിൽക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. ആദ്യകാലങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഓലമെടഞ്ഞ വേലികൾ. എന്നാൽ ഇന്നത്തെ കാലത്ത് അപൂർവങ്ങളിൽ അപൂർവമെന്ന് പറയാം. ഉദയനാപുരത്ത് ഒരാൾ ഓലമെടഞ്ഞ വേലികൾ ഒരുക്കിയിരിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ മുഖമാണ് സച്ചിദാനന്ദന്റെ വീടിന് ഓലമെടഞ്ഞ വേലി.
വീടിന് മറയേകാൻ ഓലമെടഞ്ഞ വേലി കെട്ടുന്ന സമ്പ്രദായം അന്യമാകുമ്പോൾ പഴയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയാണ് സച്ചിദാനന്ദൻ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാൽക്കോയുടെ 4 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഏരിയ മാനേജർ ആയിരുന്ന സച്ചിദാനന്ദൻ 14 വർഷം മുമ്പാണ് ജോലിയിൽ നിന്നും വിരമിച്ചത്. ചെറുപ്പം മുതൽ മാതാപിതാക്കൾ വീടിനു ചുറ്റും മനോഹരമായി മെടഞ്ഞെടുത്ത ഓല കൊണ്ട് വേലി കെട്ടിയിരുന്നു. ഓലമെടഞ്ഞ വേലിയുടെ ആകർഷണീയതയും ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്. മാത്രമല്ല, ഓലയാകുമ്പോൾ അത് മണ്ണോട് അലിഞ്ഞു ചേരുകയും പ്രകൃതിക്ക് പച്ചപ്പ് നൽകുകയും ചെയ്യും. അതിനാലാണ് എത്ര ചെലവ് കൂടിയാലും ഓല ശേഖരിച്ച് വേലി കെട്ടുന്നതെന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. ഈ ബൗണ്ടറിയിലെ വേലി ഓലവേലി മാത്രമേ കെട്ടിയിട്ടുള്ളൂ, അല്ലാതെ മറ്റുള്ള മതിലിനെ പറ്റി ഒന്നും ആലോചിച്ചില്ല. ഒരു കൗതുകം, ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കുകയില്ല. പണിക്കാരെ, നല്ല എക്സ്പേർട്ട് പണിക്കാരിപ്പോൾ അധികം കിട്ടാനുമില്ല. അവർ ഓരോ വർഷവും അവരുടെ ആളുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 4 വർഷം മുമ്പ് ഇരുന്ന ഒരു സ്ഥിരമായിട്ട് പണിതുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ ഇല്ല. 2-3 ജോലിക്കാർ ഈ ഫീൽഡിലുള്ളവർ വളരെ വയസ്സായി അവർ മരിച്ചു കഴിഞ്ഞു. പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഇത് പ്രോപ്പറായിട്ട് കെട്ടാനുള്ള വൈദഗ്ധ്യമോ ഒന്നും ഇല്ല. പ്രകൃതി സൗഹാർദ്ദമായി നിർമ്മിച്ച വേലിയുടെ അടുത്തു നിന്നും ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൗരി നന്ദന, KMC ന്യൂസ്. 2025 കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്നാരോപിച്ച് CPIM നടത്തിയ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥയ്ക്ക് ചേർത്തലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. CPIM ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. CPIM ഏരിയ സെക്രട്ടറി B. വിനോദായിരുന്നു ജാഥ ക്യാപ്റ്റൻ. വിവിധ ഇടങ്ങളിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ D. സൽജി, ജാഥ മാനേജർ P. ഷാജി മോഹൻ, അഡ്വക്കേറ്റ് K. പ്രസാദ്, NR ബാബുരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 100 കണക്കിന് പ്രവർത്തകർ ജാഥയിൽ പങ്കാളികളായി. സ്വയംഭൂ ദുർഗാക്ഷേത്രമായ തലയോലപ്പറമ്പ് ബ്രഹ്മപുരം മാത്താനം ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല ചടങ്ങുകൾ നടന്നു. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ഭക്തർ പൊങ്കാല അർപ്പിക്കാൻ എത്തി. മൺകലങ്ങളിൽ പൊങ്കാല പായസം നിറഞ്ഞു തൂകിയപ്പോൾ ദേവീമന്ത്രങ്ങളാൽ അന്തരീക്ഷം മുഖരിതമായി. ഭണ്ഡാര അടുപ്പിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം MN ഗോപാലൻ തന്ത്രികൾ അഗ്നി പകർന്നു. ക്ഷേത്രം മേൽശാന്തി ഹരീഷ് ഹരികരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭണ്ഡാര അടുപ്പിൽ നിന്ന് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ദേവസ്വം പ്രസിഡന്റ് കണ്ണംകുരാപ്പള്ളി, വൈസ് പ്രസിഡന്റ് അജയകുമാർ പാലശ്ശേരി, സെക്രട്ടറി ഷിനോജ് കരിമാന്താറ്റ്, ട്രഷറർ രജിമോൻ ഇരത്തിക്കുഴി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാരനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക കളിത്തട്ടിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വർഷത്തിനു മുമ്പ് വാരനാട് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ സഹകാരികളെല്ലാം ഒത്തുചേർന്ന് ഒരു സ്വാശ്രയ ഗ്രൂപ്പ് പോലെ ഒരു കെട്ടുതെങ്ങ് സംഘമായി രൂപീകരിച്ച വാരനാട് സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് തണ്ണീർമുക്കം പഞ്ചായത്തിലെ 8 വാർഡുകളും മുനിസിപ്പൽ പ്രദേശത്തെ 3 വാർഡുകളും ചേർന്നുകൊണ്ടുള്ള ബാങ്കിൻ്റെ മേഖലയിൽ ജനക്ഷേമകരമായ ഒട്ടേറെ പരിപാടികൾ ഏറ്റെടുക്കുന്ന നിലയിലേക്കുള്ള നമ്മുടെ താലൂക്കിലെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ബാങ്കായി മാറുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 100ാം വാർഷികത്തിൻ്റെ പരിപാടികൾ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡും അതുപോലെ തന്നെ പൊതുയോഗവും എല്ലാം ചേർന്ന് വളരെ വിപുലമായ ഒരു സ്വാഗതസംഘത്തിൻ്റെയും അവരുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിപുലമായ പരിപാടി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒട്ടേറെ പരിപാടികളാണ് ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത്.
അതിൻ്റെ ഒന്നാം ഘട്ടം നേരത്തെ മന്ത്രിമാർ തന്നെ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നടക്കുകയുണ്ടായി. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബാങ്കിൻ്റെ ഒരു ചരിത്ര സ്മാരകമായി നിർമ്മിക്കണമെന്നുള്ള ബാങ്ക് ഭരണസമിതിയുടെയും പൊതുയോഗത്തിൻ്റെയൊക്കെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുണ്യപുരാതന ക്ഷേത്രമായിട്ടുള്ള വാരനാട് ദേവീക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ ക്ഷേത്ര ഭാരവാഹികൾ, പ്രത്യേകിച്ച് അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എല്ലാം മുൻകൈയെടുത്തുകൊണ്ട് വാരനാട് ബാങ്കിന് അങ്ങനെ ഒരു സ്മാരക മന്ദിര കളിത്തട്ട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം അനുവദിക്കുകയും അവിടെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്മാരകം പണിയാനും ദേവീക്ഷേത്രത്തിൻ്റെ പൈതൃകമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വിശ്വാസികൾക്കായിട്ടുള്ള ആളുകൾക്കെല്ലാം അവിടെ ഇരുന്ന് നമ്മുടെ ദേവിയുടെ വഴിപാടുകൾ അല്ലെങ്കിൽ ദേവിയുടെ ഉത്സവ കാര്യങ്ങൾ ദർശിക്കാനുമൊക്കെ കഴിയുന്ന ഒരു സ്മാരകമായിട്ട് തന്നെയാണ് ബാങ്ക് അത്തരത്തിലൊരു ചരിത്ര സ്മാരകമായി ഒരു കളിത്തട്ട് വാരനാട് ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വാരനാട് ദേവീക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലുള്ള കളിത്തട്ട് തിങ്കളാഴ്ച രാവിലെ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P പ്രസാദ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R നാസർ, സഹകരണ ജോയിന്റ് രജിസ്ട്രാർ VK സുബിന തുടങ്ങിയവർ മുഖ്യ അതിഥികളാകും. കൊല്ലവർഷം 1101 മേടം മാസത്തിൽ പരസ്പര സഹായ സംഘമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയ ബാങ്ക് ഇന്ന് വൈവിധ്യമാർന്ന സാമൂഹിക സാമ്പത്തിക സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി വാരനാടിന്റെ അഭിമാനമായി പ്രവർത്തിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ശതാബ്ദി വർഷത്തിൽ ബാങ്ക് നടപ്പാക്കുന്നതെന്നും പ്രസിഡന്റ് AK പ്രസന്നൻ, സെക്രട്ടറി ദീപ്തി ദിമിത്രോവ്, വൈസ് പ്രസിഡന്റ് KG ഷാജി, ഡയറക്ടർ ബോർഡ് അംഗം OB അനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുതുക്കിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ശ്രീ പത്മത്തിൽ ബാലകൃഷ്ണൻ കർത്തയാണ് ഇത് സമർപ്പിച്ചത്. ദേവതകളുടെ വിവരങ്ങൾ, ക്ഷേത്ര ഉത്സവം, ക്ഷേത്ര ആചാരക്രമങ്ങൾ, പ്രാർത്ഥനാ ശ്ലോകങ്ങൾ, വഴിപാടുകളുടെയും വഴിപാട് തുക നൽകാനുള്ള ബാങ്ക് QR കോഡ്, ക്ഷേത്ര ഐതിഹ്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് വെബ്സൈറ്റ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രസന്നിധിയിൽ ഗാനരചയിതാവ് രാജീവ് വാലിങ്കൽ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. അതിലൊരു 5-6 ഫോറിൽ പോയ ആരെങ്കിലും ഫോറിലേക്ക് കൊണ്ടുപോയെന്നല്ലാതെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുകയോ അടയാളപ്പെടുത്തുകയോ ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി പുതിയ കാലഘട്ടത്തിൽ ലോകത്ത് എവിടെ നിന്നും, നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെയൊക്കെ ജോലിക്ക് പോയിരിക്കുന്നു, എവിടെയൊക്കെ ജീവിക്കുന്നു ആൾക്കാർ, അവരെല്ലാവരും അവരുടെ വേരുകളെ കുറിച്ച് അറിയാൻ നമ്മുടെ കാലശേഷവും നമ്മുടെ നാട്, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഗാനങ്ങളുടെ ചരിത്രം, അതിൻ്റെ പ്രസാദം മേടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി ചെയ്യാൻ സന്മനസ് കാണിച്ച ബാലചേട്ടനെ സമയത്ത് നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കാര്യമായിട്ടല്ല അതിനെ കാണേണ്ടത്. കാലം വളരെ മാറിപ്പോയി. നമ്മളൊക്കെ പഴയ ആൾക്കാരാണ്, നമ്മളുൾപ്പെടെ, ഞാനുൾപ്പെടെ. പുതിയ തലമുറ ഇനി സുവനീറൊന്നും ഉറക്കില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ യൂട്യൂബിൽ പാട്ട് അന്വേഷിച്ച് പോവുകയും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ക്ഷേത്രങ്ങളുടെ ഇപ്പോൾ ഉത്സവം നടക്കാൻ നേരത്ത് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയാത്തപ്പോൾ ലൈവായിട്ട് വെബ്സൈറ്റിൽ കയറി കാണാവുന്ന രീതിയിൽ പോലും വെബ്സൈറ്റ് വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു മാധ്യമത്തെ ആശ്രയിക്കാതെ നമുക്കൊരു ചാനൽ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മെച്ചമലയാണ്. ദേവസ്വം പ്രസിഡന്റ് N ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ഭഗവതിയുടെയും ബ്രഹ്മരക്ഷത്തിന്റെയും ആലയങ്ങൾ ചെമ്പുപാകുന്നതിനും ഭഗവതിയുടെ പാട്ടുപുര തേക്കിൻതടിയിൽ ശില്പചാതുര്യത്തോടെ നിർമ്മിക്കുന്നതിനുമുള്ള സംഭാവനയുടെ സമാഹരണവും തുടങ്ങി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടണക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ 33ാമത് വാർഷിക സമ്മേളനം ചേർന്നു. തുറവൂർ തിരുമല ഭാഗം SS കലാമന്ദിർ ഓഡിറ്റോറിയത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് KK രാജപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ാമത് ജില്ലാ സമ്മേളനം ഏപ്രിൽ 8, 9, 10 തീയതികളിൽ കായംകുളത്തും സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 27 മുതൽ 30 വരെ എറണാകുളത്തും നടക്കും.
SNDP യോഗം അരൂർ മേഖല യൂത്ത് മൂവ്മെന്റും മലയാള മനോരമ തൊഴിൽ വേദിയും ചേർന്ന് PSC പരീക്ഷാ പരിശീലന സെമിനാർ നടത്തി. ചേർത്തല മേഖലാ കൺവീനറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററുമായ T. അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് എന്ന് പറയുന്നത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അത് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് സംഗമിക്കുകയാണ്. ആ സംഗമം വന്നു ചേർന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കൊടക്കീഴിൽ ഗുരു വിഭാവനം ചെയ്ത വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന വലിയൊരു ആപ്തവാക്യം. അത് നിങ്ങൾ വിദ്യയിലൂടെ പ്രായോഗികമായിട്ടുള്ള അറിവിനേക്കാൾ ഉപരി ചില പ്രാക്ടിക്കലായിട്ടുള്ള അറിവുകൾ നേടാതെ നമ്മൾ ബുക്കിലൂടെ അറിവുകൾ നേടിയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ഇത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വലിയ ഒരു ഉദ്യമമാണ് നിങ്ങളിവിടെ നടത്തുന്നത്. അത് വളരെ ശ്രദ്ധാപൂർവം, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിത പാതയിലേക്ക് നിങ്ങൾക്ക് കടന്നുകൂടാൻ പറ്റും. വല്ലേത്തോട് 529 നമ്പർ SNDP ശാഖായോഗം ഹാളിൽ അരൂർ മേഖലാ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് KS രാജുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. മേഖലാ ചെയർമാൻ ത്രിദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N. സജി, മേഖലാ വൈസ് ചെയർമാൻ VA സിദ്ധാർത്ഥൻ, T. സത്യൻ, ശാഖാ പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ഷാരി ത്രിദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറിൽ PSC, SSC, റെയിൽവേ ഗ്രൂപ്പ് D പരീക്ഷകളിലെ വിജയതന്ത്രങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുത്തു. ഇവിടെ വന്നിട്ട് ഈ ഭിത്തിയിലൊന്ന് കഴിയുന്ന ഉയരത്തിലൊന്ന് തൊടാമോ? പേരെന്താ പറഞ്ഞത്? ബിബിൻ. ഞാൻ ബിബിനോട് ആവശ്യപ്പെട്ടത് കഴിയുന്ന ഉയരത്തിലൊന്ന് തൊടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ആ സമയത്ത് അവിടെ തൊട്ടതെന്ന് കണ്ടോ? പക്ഷെ ബിബിനെ തൊടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉയരം അതാണോ? ബാക്കിയൊക്കെ ഒന്ന് സപ്പോർട്ട് അതാണോ? ബിബിനെ അവരെല്ലാവരും പറയുകയാണ് അതിനേക്കാളും ഉയരത്തിൽ തൊടാൻ പറ്റും. ഒന്ന് ഇട്ടൊന്ന് വന്നിട്ട് ഒന്ന് ഓടി വന്നിട്ട് ഒന്ന് മാക്സിമം ഉയരത്തിൽ ഒന്ന് ചാടിയിട്ട് ഒന്ന് തുടങ്ങും. ഓക്കെ, വീണ കുഴപ്പമില്ല, താടി ഉണ്ടാവും, ഞാൻ പിടിക്കാൻ പോകുന്നില്ല. ഓക്കെ, നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത്, നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്, മാക്സിമം 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 മാക്സിമം. യെസ് യെസ്. ബിബിന് ഏറ്റവും ആദ്യം തൊട്ട ഹൈറ്റും പിന്നീട് തൊട്ട ഹൈറ്റും നമ്മൾ കണ്ടല്ലോ. ചേർത്തല നെടുമ്പ്രക്കാട് സെന്റ് തോമസ് പള്ളിയിലെ ദേവാലയ ശുശ്രൂഷയായിരുന്ന ജോസഫ് നികർത്തിൽക്കരി വിരമിച്ചു. യാത്രയപ്പ് സമ്മേളനം മുട്ടമ്പള്ളി വികാരി ഫാദർ ആൻഡോ ചേരാന്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. ദേവാലയ ശുശ്രൂഷയിൽ പല തലമുറയിലെ പല സംഭവങ്ങളും പല കാര്യങ്ങളും കണ്ടും കേട്ടും ഇടപഴകിയും ഒക്കെ അവരോട് സമ്പർക്കങ്ങൾ പുലർത്തിയിട്ടുള്ള ആളുകളാണ്. നമുക്കൊരു കാര്യം പള്ളിയിൽ പെട്ടെന്ന് ഒന്ന് സാധിച്ചു തരാനായിട്ട് പലപ്പോഴും ദേവാലയ ശുശ്രൂഷയാണ് അതിൽ ഒരു ഇടനിലക്കാരെന്ന രീതിയിൽ പലപ്പോഴും നിൽക്കുക. സോ നമ്മളെല്ലാവരും സേവനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളവരാണ്. അതിനൊക്കെയുള്ള ഒരു നന്ദി എന്ന രീതിയിൽ ഇപ്രാവശ്യം ഇടവയിൽ പ്ലാക്കനച്ചൻ നേതൃത്വത്തിൽ ഇതുപോലെ വിപുലമായ രീതിയിൽ നിങ്ങളൊരു സമ്മേളനം തന്നെ നിങ്ങൾ സംഘടിപ്പിച്ചു തന്നെ വലിയ ഒരു കാര്യം. പള്ളിയിൽ 50 വർഷത്തോളമായി ദേവാലയ ശുശ്രൂഷകനായി സേവനം ചെയ്തു. പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ മന്ത്രി P. പ്രസാദ് ജോസഫ് നികർത്തിൽക്കരിയെ പൊന്നാട അണിച്ച് ആദരിച്ചു. വികാരി ഫാദർ ജോയി പ്ലാക്കൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, ഫാദർ പീറ്റർ കണ്ണമ്പുഴ, നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുറവൂർ ഉപജില്ല LP വിഭാഗം കായികമേള എഴുപുന്ന സെന്റ് റാഫേൽ സ്കൂളിൽ നടന്നു. ഉപജില്ലാ കായികമേളയിൽ തുടർച്ചയായി 4ാം വർഷവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ഒറ്റമശ്ശേരി സെന്റ് ജോസഫ് LPS. സ്വന്തമായി സ്കൂളിന് ഒരു പരിശീലന മൈതാനം ഇല്ലാതിരുന്നിട്ടും കടലോരത്ത് പരിശീലനം നടത്തിയാണ് കുട്ടികൾ ഈ അംഗീകാരം നേടിയെടുത്തത്. PG ജോസഫ് എന്ന അധ്യാപകന്റെ പരിശീലനവും തുണയായി. ഏകദേശം 50ഓളം സ്കൂളുകളിൽ നിന്ന് കായിക താരങ്ങൾ പങ്കെടുത്തു. ചരമവാർത്ത. തുറവൂർ കൊല്ലാപ്പറമ്പിൽ ശ്രീധരൻ നായർ നിര്യാതനായി. 103 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മികവാർന്ന കലാപരിപാടികളുമായി വെച്ചൂർ ഫെസ്റ്റ്. വേദിയിൽ നാട്ടിലെ കലാകാരന്മാരെ ആദരിച്ചു. ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ച് വൈക്കം വിജയലക്ഷ്മി. ിലെ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന ആരോപണം. CPIM ചേർത്തലയിൽ നടത്തിയ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥയ്ക്ക് ചേർത്തലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. സിമന്റ് മതിലും ഷീറ്റ് വേലിയും കെട്ടുന്ന കാലത്ത് ഓലമേഞ്ഞ വേലി കെട്ടി പഴമയെ തിരികെ കൊണ്ടുവരികയാണ് ഉദയനാപുരം സ്വദേശി.
ഇരുമ്പുഴിക്കരയിൽ നെല്ലിപ്പള്ളി മഠത്തിൽ സദാനന്ദനാണ് ഓലമേഞ്ഞ വേലി തീർത്ത് പഴമ കൈവിടാതെ സൂക്ഷിക്കുന്നത്. പ്രസിദ്ധമായ സ്വയംഭൂ ദുർഗാക്ഷേത്രമായ തലയോലപ്പറമ്പ് ബ്രഹ്മപുരം മാത്താനം ക്ഷേത്രത്തിൽ പൊങ്കാല. വിവിധ ജില്ലകളിൽ നിന്നും നിവേദ്യം അർപ്പിക്കാനെത്തിയത് നിരവധി ഭക്തർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.